ഈ ചിത്രം നിർമ്മിക്കുവാനുള്ള അധികാരം പൃഥ്വിരാജിനെ സംബന്ധിച്ചുണ്ട്. പക്ഷേ അയാൾക്കൊരു നട്ടെല്ല് വേണമായിരുന്നു. ഇത്തരം വിവാദങ്ങളും തുറന്നു പറച്ചിലുകളും കുറ്റപ്പെടുത്തലുകളും അത് ഓരോ രാഷ്ട്രീയ ഇത് കണ്ടിറങ്ങിയപ്പോൾ ഇത് എൻ്റെ രാഷ്ട്രീയത്തിന് എതിരാണ്, അല്ലെങ്കിൽ ഇത് അവൻ്റെ രാഷ്ട്രീയത്തിന് എതിരാണെന്നുള്ള വികലമായ ചിന്തകളുള്ളവരാണ് ഇതിനെ ഡീഗ്രേഡ് ചെയ്യുന്നത്. കോണ്ടംപററി റെലവൻസ് ഉള്ള പൊളിറ്റിക്സ് ആണ്. അപ്പം എമ്പുരാനാണ് ഇപ്പം വിഷയം മൊത്തം. എമ്പുരാൻ ഇപ്പം സംഘി ചേട്ടന്മാരെല്ലാം കൂടി ഇതങ്ങ് ഏറ്റങ്ങ് എടുത്തു. ഇപ്പം മൊത്തം നെഗറ്റീവും കാര്യങ്ങളാണ്. പടത്തിലെ കുറേ കാര്യങ്ങളൊക്കെ വന്നിട്ട് അങ്ങ് എസ്സേ പോലെ എഴുതിയിട്ട് അതിനെക്കുറിച്ച് അങ്ങ് വിവരിക്കുകയാണ്. ശശികല ടീച്ചറൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ പൊന്നോ, ഇതിലും വലിയ വെള്ളിയാഴ്ചയിലും എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇത് തുടങ്ങി. അവസാനം പൃഥ്വിരാജിൻ്റെ അച്ഛനെ പറഞ്ഞിട്ടാണ് അവർ നിർത്തുന്നത്. ഓൻ്റെ ബാപ്പ വിചാരിച്ചാൽ നടക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ പൊന്നു ശശികല ചേച്ചി ടീച്ചറെ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ നാട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നു, ഇതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാതെ പാർട്ടിയെ പറഞ്ഞപ്പോൾ മാത്രം പടം കാണാതെ വന്നിട്ടാണ് ചേച്ചി വന്നിട്ട് ഇപ്പൊ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. പാർട്ടിയെ പറഞ്ഞെന്നും പറഞ്ഞിട്ടുള്ള രീതിയിലൊക്കെയാ പറയുന്നത്. പാർട്ടി എന്ത് പറഞ്ഞു? ഇതിനകത്തൊരു ഡയലോഗ് ഉണ്ടായിരുന്നു. എന്ത് പറയുന്നത്, ഇത് ഗുജറാത്ത് പോലെ ആവുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതൊക്കെ കൊണ്ട് കാണുമായിരിക്കും. ഓരോ വ്യക്തികൾ എന്തൊക്കെ വിവരക്കെങ്കിലും വിളിച്ചു പറയുമ്പോൾ അത് കേട്ട് ഏറ്റുപിടിക്കാൻ നിങ്ങളെപ്പോലുള്ളവരുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് നാണക്കേട്. പിന്നെ ശശികല ടീച്ചറിനെ ഏറ്റുപിടിക്കാൻ ലക്ഷ്മി കന്നത്ത് ആ ചേച്ചി ഇറങ്ങിയിട്ടുണ്ട്. ടീച്ചർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ബാറിൽ പോയി വെള്ളം മേടിക്കുന്നവർ ആരും അമ്പലത്തിൽ പോകാതിരിക്കാറില്ല എന്നതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചിയും കുറെ കാര്യങ്ങളൊക്കെ പറയുന്നു. അത് അങ്ങ് ഒരു ചേച്ചി രായപ്പ നിന്റെ പടം കണ്ടു എന്ന് വെച്ച് ബോധമുള്ള ഹിന്ദുക്കൾ ആരും BJP വോട്ട് ചെയ്യാതിരിക്കില്ലടാ കേട്ടോടാന്നും പറഞ്ഞിട്ട് ലക്ഷ്മിയും വന്നിട്ട് എന്തൊക്കെയോ പറയുന്നു. ഇന്നലെ ഈ പടം കണ്ടിറങ്ങിയിട്ട് നല്ല ഒന്നാം തരം BJP-കാരൻ്റെ റിവ്യൂ നിങ്ങൾക്കൊന്ന് ഞാൻ വെച്ചു തരാം, ഒന്ന് നോക്കിയാൽ മതി. അഭിപ്രായം പറയുവാണെങ്കിൽ രക്ഷയില്ല സിനിമ യാതൊരു രക്ഷയില്ല. ലാലേട്ടന്റെ ജസ്റ്റ് ഇൻട്രോ തന്നെ നമുക്ക് രോമാഞ്ചം വരും. അതുപോലെ പുള്ളി ഐസ് പൃഥ്വിരാജ് കൃത്യമായിട്ടാണ് ഈ സിനിമയിൽ പുള്ളിയുടെ ഭാവങ്ങളെല്ലാം എടുത്തിരിക്കുന്നതും. പുള്ളി കണ്ണാണേലും പുള്ളിയുടെ വരവാണേലും എല്ലാം കിട്ടു. നമ്മളെന്താ പറയുക, ഒരു വലിയ എന്താ പറയുക, ഒരു വേറെ മരുഭൂമി അറ്റ്മോസ്ഫിയർ നിൽക്കുമ്പോഴത്തേക്ക് പെട്ടെന്നായിരിക്കും നമ്മൾ നേരെ കേരളത്തിലോട്ട് വരുന്നത്, സിനിമയെ കാണിക്കുന്നത്. കാരണം ഇത് സീനുകളൊക്കെ എടുത്തേക്കുന്ന അതിമനോഹരമാണ്. മഞ്ജു വാര്യരുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് വേണ്ടത്. അമ്മാതിരി ഓറ. പിന്നെ അവസാനമാണ് കാണേണ്ടത്. ഓക്കെ, അദ്ദേഹം പറയുന്നതെല്ലാം കേട്ടല്ലോ. ഇന്നത്തെ റിവ്യൂ, ഇന്നത്തെ എമ്പുരാനെ കുറിച്ച് ജനങ്ങൾ പറയുന്നത് നിങ്ങളൊന്ന് കേട്ട് നോക്കണം. എന്തിനാണ് ഇങ്ങനെ നെഗറ്റീവ് അടിക്കുന്നതെന്ന് ഓരോരുത്തർ പറയുന്നത്, ഓരോ ആൾക്കാരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കേൾക്കണം. ഇത് ഗുജറാത്തിന്റെ വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ കുറെ കാര്യങ്ങളൊക്കെ ഈ പാർട്ടി വിഷയമൊക്കെ കയറ്റി വിടുകയൊക്കെ ചെയ്ത് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. അതും കൂടെ ആൾക്കാർ മനസ്സിലാക്കി പോയി കണ്ടപ്പോഴത്തേക്ക് ഓഹോ ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ടല്ലോ, ഇവന്മാരും തന്നെ സ്വന്തം കുഴി കൂട്ടിയില്ലേ, ഈ പാർട്ടിക്കാർ തന്നെ വല്ല കാര്യം ഉണ്ടായിരുന്നോ. ഇപ്പൊ ജനങ്ങൾക്ക് കുറേയും കൂടെ ബോധം ഉണ്ടായി എന്ന് പറയാം. ഓക്കെ, എന്തായാലും നമുക്ക് ആൾക്കാരുടെ ഇന്നത്തെ അഭിപ്രായം ഒന്ന് കേൾക്കാം. അത് ഓരോ രാഷ്ട്രീയ ഇത് കണ്ടിറങ്ങിയപ്പോൾ ഇത് എൻ്റെ രാഷ്ട്രീയത്തിന് എതിരാണ്, അല്ലെങ്കിൽ ഇത് അവൻ്റെ രാഷ്ട്രീയത്തിന് എതിരാണെന്നുള്ള വികലമായ ചിന്തകളുള്ളവരാണ് ഇതിനെ ഡീഗ്രേഡ് ചെയ്യുന്നത്. കോണ്ടംപററി റെലവൻസ് ഉള്ള പൊളിറ്റിക്സ് ആണ്. അപ്പം പൃഥ്വിരാജിന്റെ ഡയറക്ടറിൽ ഒരു തേർഡ് ഫിലിമിൽ വരുമ്പോൾ പുള്ളി ഇത്ര ഒരു ബ്രേവ് അറ്റംപ്റ്റ് എടുത്തു എന്നുള്ളത് വളരെ പ്രശംസനീയാർഹമുള്ളൊരു കാര്യമാണ്. ഭയങ്കര നൈസായിരുന്നു. കുറെ പേർക്ക് പറയും അത്ര പോരാന്ന്, പക്ഷെ ഭയങ്കര നൈസായിരുന്നു. ഇതിനകത്ത് എല്ലാതരം പാർട്ടി, അതായത് എല്ലാതരം പാർട്ടിയുടെ തീവ്രത ഇവർ വ്യക്തമായിട്ട് പൊളിച്ചടുക്കിയിട്ടുണ്ട്. അതായത് സംഘപരിവാർ, സുഡാപ്പി തീവ്രത, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് തീവ്രത, ഈ രാഷ്ട്രീയ അടിമത്തം. റിവ്യൂ എല്ലാരും കേട്ടല്ലോ. നല്ല പോസിറ്റീവ് ആണ് കേട്ടോ. അത്യാവശ്യം നോർത്ത് ഇന്ത്യൻസിലൊക്കെ ഈ പടം കയറി കൊടുത്തിട്ടൊക്കെ ഉണ്ട്. घरों में रिलीज हो चुकी है, तो आइए फिर लोगों का रिस्पांस जानते हैं. क्या बताती है जनता, हिट और फ्लॉप? आइए, आप लोग अभी कौन सी मूवी देख कर आए? एम्पुरान कैसी लगी? It was fun, like it was a mix of thrill, action, drama, so yeah, it was a good action. कौन सी फिल्म देख कर आए? एम्पुरान कैसी लगी? बहुत बढ़िया थी. क्या बोलना चाहोगे?
അത്യാവശ്യം ആൾക്കാർ കാണാനും പോകുന്നുണ്ട്. എമ്പുരാൻ എന്ന് പറഞ്ഞ് അതിന് അത്യാവശ്യം സ്റ്റോറിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മേക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ പിള്ളേരെ ഒന്ന് കാണണം. പിന്നെ എന്താ പറയണ്ടേ, ഡ്രാഗൺ എന്ന് പറയുന്ന ഒരുത്തരം കൊണ്ട് ഗുമ്മുണ്ടാക്കിയില്ലെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഴയ പോയി ഫാസ്റ്റ് ആൻഡ് ഫ്യൂരീസും ഈ പറയുന്ന അവൻ്റെ എന്തുവാ നമ്മുടെ ജെയിംസ് ബോണ്ടും ഒക്കെ ഒന്ന് പോയി കണ്ടാൽ ആ വില്ലൻ്റെ പൃഥ്വിരാജ് ഏത് ലെവലിലാണ് കൊണ്ടുവന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഓക്കെ, മലയാളികൾക്കൊക്കെ ഈ പറയുന്ന ഇച്ചിരി ഹിന്ദി ലെവലിലൊക്കെ കൊണ്ടുവരുന്ന നടന്മാരെയൊക്കെ കൊണ്ടുവന്നാൽ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടേനെ. പക്ഷെ എന്ത് ചെയ്യാനാ, പൃഥ്വിരാജ് അങ്ങ് ഇന്റർനാഷണൽ ലെവലിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതൊന്നും മനസ്സിലാക്കാൻ ഇവിടെ ആർക്കും ബോധമില്ലാണ്ടായിപ്പോയി. ഓക്കെ, എന്തായാലും ഒരു കാര്യം ഞാൻ തിരിച്ചു പറയാം. L3 എമ്പുരാൻ്റെ 3ാം ഭാഗം, അതായത് ലൂസിഫർ 3 ഇറങ്ങുമ്പോഴേ കഥ കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഇതൊരു ചെറിയൊരു കഥ പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ. പറഞ്ഞു മനസ്സിലായോ? പിന്നെ ആ പടത്തിനകത്ത് ഈ മോഹൻലാൽ ഈ ഫസ്റ്റും സെക്കൻഡിനകത്ത് മോഹൻലാൽ പേടിക്കത്തേ ഇല്ല. എന്തുണ്ടെങ്കിലും നല്ല ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കുന്ന മോഹൻലാലാണ്. പക്ഷെ ഇതിൻ്റെ ക്ലൈമാക്സിൽ ഒരു ചെറിയൊരു ഇതുണ്ട്. അത് ബാക്കി 3 കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, പറഞ്ഞാൽ അതിതായി പോകും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കുറേ മാമന്മാർ ഇറങ്ങി വെച്ച് വന്നിട്ടൊക്കെ ഉണ്ട്. പടത്തിനെ കുറിച്ച് ഭയങ്കര മോശം അഭിപ്രായം. പിന്നെ പൃഥ്വിരാജ് എന്തുകൊണ്ട് പറഞ്ഞില്ല, ഈ പാർട്ടി ഇങ്ങനെയൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എണ്ണന്മാരൊക്കെ. ഓക്കെ, അപ്പോൾ ന്യൂസിലോട്ടും കാര്യത്തിലോട്ടൊക്കെ പോവാം. പോകുന്ന മുമ്പ് ചാനൽ സബ് ചെയ്യാത്തവരെല്ലാവരും സബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരെ ലൈക്ക് ചെയ്യാത്തവരെ ലൈക്ക് ചെയ്യുക, കമന്റ് തീർച്ചയായിട്ടും വേണം. ഓക്കെ, നമുക്ക് ന്യൂസിലോട്ട്. റിലീസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വരുന്നുണ്ട്. 2 കാര്യങ്ങളാണ്. ഒന്ന്, എമ്പുരാൻ എന്ന സിനിമ റിലീസ് ചെയ്ത ആ ദിവസം തന്നെ വ്യാജ പതിപ്പുകൾ ഇറങ്ങി എന്നുള്ളതാണ്. അത് റിപ്പോർട്ടർ ടിവിയാണ് ഇന്നലെ ആ വാർത്ത ബ്രേക്ക് ചെയ്തത്. വിദേശത്തൊക്കെ ഇരുന്ന് ധാരാളം ആളുകൾ ആ സിനിമ പല സമൂഹ മാധ്യമങ്ങൾ വഴിയും ഡൗൺലോഡ് ചെയ്തു എന്നുള്ളതാണ്. നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ്, പ്രിയപ്പെട്ടവരെ, ഒരു ചിത്രത്തിന്റെയും ഇത്തരത്തിലുള്ള വ്യാജ പതിപ്പുകൾ ഡൗൺലോഡ് ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്കില്ല. അത് നിയമവിരുദ്ധമാണ്. അത് സൈബർ പോലീസിലേക്ക് നിങ്ങൾ എത്തിച്ചേക്കാം. പക്ഷെ മറ്റൊരു വിഷയമാണ് ഇപ്പോൾ കത്തുന്നത്. എമ്പുരാന്റെ പ്രദർശനം ആരംഭിച്ചതിന് പിന്നാലെ ഇടത് സംഘപരിവാർ അനുകൂലികൾ തമ്മിൽ സൈബർ പോർ. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കിയിട്ടുണ്ട്. അത് മക്കളെ പണി പാടും. ഉള്ള കാര്യം തുറന്നു പറയാലോ, പണി പാലുംവെള്ളത്തിൽ തന്നെ നിങ്ങൾക്ക് തന്നെ കിട്ടും. എനിക്ക് തോന്നുന്നു അജയൻ്റെ 2ാം മോഷണം ഇതുകൂട്ട് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ വിവാദമായതാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇങ്ങനെയുള്ള സൈറ്റിൽ കയറി കുറേ അമ്മമാർ കയറി ഇടുന്നുണ്ട് സാധനം. അത് തൂക്കിക്കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യുന്നവന്മാർ ഉൾപ്പെടെ വിട്ടുപോകും. അതുകൊണ്ട് ഈ പരിപാടി കാണിക്കാതിരിക്കുക. അഭിനന്ദിക്കുന്ന കുറിപ്പുമായി ബിനീഷ് കോടിയേരി രംഗത്തെത്തിയതോടെയാണ് വിവാദം ആരംഭിച്ചത്. തൊട്ടുപിന്നാലെ സംഘപരിവാർ അനുകൂലികൾ ചിത്രത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി. നേതാക്കളെ അപമാനിക്കുന്നുവെന്നും വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളാണ് സിനിമയിലുള്ളതെന്നും സംഘപരിവാർ അനുകൂലികൾ ആരോപിക്കുന്നുണ്ട്. അതേസമയം വ്യാജപതിപ്പ് പുറത്തുവന്നതിൽ അന്വേഷണം തുടരുകയുമാണ്. TV പ്രസാദ് ചേരുന്നു എമ്പുരാന്റെ വിശേഷങ്ങളുമായി. TV പ്രസാദ്, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. എമ്പുരാൻ ഒരു വിവാദ വിഷയമായി മാറിക്കഴിഞ്ഞു എന്ന് തോന്നുന്നു. വാരിയംകുന്നന്റെ അനുഭവമാണ് എമ്പുരാന് കാത്തിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സൈബർ പോരാളികളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇടതുപക്ഷം സിനിമയെ പ്രതിരോധിക്കുന്നു, അതേസമയം തന്നെ സംഘപരിവാർ അനുകൂലികൾ ആക്രമിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്? എന്താവും സിനിമയുടെ ഭാവി? TV പ്രസാദ്. കോടിയേരി വന്നിട്ടൊരു പോസ്റ്റ് കാര്യങ്ങൾ ഇട്ടെന്നും പറഞ്ഞിട്ടാണോ ഇത്രയും വലിയ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്? പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ തർക്കങ്ങളായല്ലോ. ഇപ്പൊ കുറെ എണ്ണം ടിക്കറ്റൊക്കെ ക്യാൻസൽ ചെയ്ത് അതിന്റെ സ്ക്രീൻഷോട്ടൊക്കെ ഇടുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തേരാ. എന്ത് ക്യാൻസൽ ചെയ്തെന്ന് പറഞ്ഞാലും പടം നല്ലതായിട്ടുണ്ട്. ഓക്കെ, അവിടെ ഇവിടെയൊക്കെ ഫസ്റ്റ് ഹാഫ് ഒരു കഥയിലോട്ട് പോകുന്നതിന്റെ ഒരു ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യും. നിങ്ങൾ ഈ കാണുന്നവർ ഈ റിവ്യൂ അതും കേൾക്കാൻ നിങ്ങൾ പോയി പടം കാണുമ്പോൾ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടി വിഷയങ്ങളാക്കി ഇത് കൊണ്ടുപോകുമ്പോൾ തന്നെ അപ്പോഴും ത്വരയാവും ആൾക്കാർക്ക് കാണാൻ. ഇത് കാണുമ്പോൾ പിന്നീട് എത്തിയുള്ളൂ. ആദ്യത്തെ ഒരു 40 മിനിറ്റ് സത്യമാണ് പൃഥ്വിരാജ് പറഞ്ഞ ഒരു ഹിന്ദി പടമല്ല, വേറെ ലെവലിൽ എടുത്ത് വെച്ച് ബോളിവുഡ് ലെവലിൽ എടുത്ത് വെച്ചിട്ടുണ്ട് സാധനം. ആ സാധനം പക്കയാണ്. അത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. ഇവിടുത്തെ നാട്ടിൽ നടന്ന ഇവിടുത്തെ പല മന്ത്രിഗുണപ്പന്മാരൊക്കെ കാണിച്ചു കൂട്ടിയതിൻ്റെയൊക്കെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. അത് ആ പടം കാണുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, എന്തായാലും നമ്മൾ കൂടുതലായിട്ടൊന്നും പറയാൻ നിൽക്കുന്നില്ല. പടം എന്തായാലും നിങ്ങൾ പോയി കാണാം. എമ്പുരാനുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ സജീവമാണ്. നമുക്കറിയാവുന്നതുപോലെ കേരളത്തിൽ സമീപകാലത്ത് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വലിയ ഹിറ്റാകും എന്ന് പ്രതീതി ഉണ്ടാക്കുന്ന എല്ലാ സിനിമകളിലും ഇത്തരം വിവാദങ്ങളും തുറന്നു പറച്ചിലുകളും കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളും തെറിവിളികളും ഒക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ സജീവമാണ്. ഇന്നലെ എമ്പുരാൻ പുറത്തു വന്ന് ആദ്യ ഷോ കഴിഞ്ഞതോടുകൂടിയാണ് ഇടത് അതുപോലെ സംഘപരിവാർ പ്രൊഫൈലുകളിൽ രൂക്ഷമായ ആക്രമണങ്ങൾ പരസ്പരം കണ്ടത്. അരുൺ പറഞ്ഞതുപോലെ ബിനീഷ് കോടിയേരിയാണ് ഇടതിൽ നിന്ന് തുടങ്ങിയത്. അതായത് സംഘപരിവാരങ്ങളെ കാര്യമായി വിമർശിക്കുന്ന ചില ഭാഗങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ് ബിനീഷ് കോടിയേരി പറയുന്നത്. അതേ സമയത്ത് തന്നെ എതിർഭാഗത്ത് അതിശക്തമായ നിലയിൽ തിരിച്ചടി തുടങ്ങി. മറ്റൊരു രീതിയിലാണ് സംഘപരിവാരം അണികൾ ഇതിനെ കാണുന്നത്. അതായത് വ്യാപകമായ ക്യാൻസലേഷനുകൾ വരുന്നു എന്ന വിവിധ തിയേറ്ററുകളിലെ ബുക്ക് മൈ ഷോയുടെ ഒക്കെ സ്ക്രീൻഷോട്ട് ഇട്ടുകൊണ്ടാണ് പല ഈ പറയുന്ന സംഘപരിവാരങ്ങളിൽപ്പെട്ടവരും അതിനെ പ്രതികരിക്കുകയും ചെയ്യുന്നത്.
തലയ്ക്ക് പിടിച്ചുള്ള കുഴപ്പം ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ കാണാനിടയാവും. പ്രത്യേകിച്ച് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ച് പിന്നെ കാണിച്ചാൽ വലിയ സംഭവമായിട്ടല്ല വരുന്നത്. പിന്നെ അതുപോലെ തന്നെ മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ ശബരിമലയിൽ പോയി ഈ പറയുന്ന അർച്ചനയും കാര്യങ്ങളൊക്കെ നടത്തി അദ്ദേഹത്തിന് വഴിയാഴിക്ക് വേണ്ടി ഏതാണ്ടൊക്കെ നടത്തിയ കാര്യങ്ങൾ എല്ലാവരും കണ്ടു കാണുമല്ലോ. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഇപ്പോൾ വിഷയമായിരിക്കുകയാണ്. അതും എല്ലാം അഭിനയമായിരുന്നു എന്നുള്ളത്. ഇനിയിപ്പം മമ്മൂട്ടി അർച്ചന ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതുവരെ വളച്ചൊടിച്ചു. ഇപ്പം കോൺഗ്രസിലേക്ക് BJPയിൽ നിന്ന് അടുത്തിടെ കോൺഗ്രസിലേക്ക് പോയ സന്ദീപ് വാര്യരും ഒരു പോസ്റ്റുമായി എത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എമ്പുരാൻ കാണണമല്ലോ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഗുജറാത്ത് പരാമർശ വിധേയമാക്കുന്ന ഒരു സിനിമയാണ്. അതോടൊപ്പം തന്നെ ചില ഡയലോഗുകൾ അത് സംസ്ഥാനത്തെ ചില നേതാക്കളെയൊക്കെ BJPയുടെ നേതാക്കളെയൊക്കെ കൊള്ളിച്ചുകൊണ്ടാണ് എന്ന രീതിയിലെല്ലാം ഇപ്പോൾ പ്രചരണം സജീവമാണ്. എന്തായാലും അരുൺ, പുറത്തിറങ്ങിയ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ അത് ഇടത് സംഘപരിവാർ സൈബർ ടീമുകൾ തമ്മിലുള്ള വലിയ പോരാട്ടത്തിലേക്ക് പോവുകയാണ് എന്ന് തന്നെയാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ അരുണ് പറഞ്ഞു നിർത്തിയ ഇന്നലെ സിനിമ ഇറങ്ങിയതിന് പിന്നാലെ വ്യാജപ്പതിപ്പും ഇറങ്ങിയിരുന്നു. നമ്മളാണ് ആ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. വിദേശത്തു നിന്നുൾപ്പെടെ നിരവധി ആളുകളാണ് ഇന്നലെ തന്നെ കണ്ടത്. ഇന്നലെ രാത്രിയോടുകൂടി കേരളത്തിലും എത്തി. ടെലിഗ്രാമിൽ കിട്ടിയ ആളുകളെല്ലാം കണ്ടു തുടങ്ങി. ഇത് ഏതെങ്കിലും തിയേറ്ററിൽ നിന്ന് ഫോൺ വെച്ച് റെക്കോർഡ് ചെയ്തതാണെന്ന് തോന്നുന്നില്ല അരുൺ. അതിന്റെ സൗണ്ട് ക്വാളിറ്റിയും അതുപോലെ തന്നെ അതിന്റെ ഒരു വ്യക്തതയും കണ്ടു കഴിഞ്ഞാൽ ആ വ്യാജ പതിപ്പ് ഇറങ്ങിയെന്ന വാർത്ത കിട്ടിയ സമയത്ത് തന്നെ അതിലെ ചില ഭാഗങ്ങൾ ഡൗൺലോഡ് ചെയ്ത് അവർ നമുക്ക് തന്നിരുന്നു കാണുന്നതിന് വേണ്ടി. അത് കണ്ടപ്പോൾ മനസ്സിലായത് എന്തായാലും സാങ്കേതിക സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചോർത്തലായിരുന്നു നടന്നത്. അതിനെക്കുറിച്ച് സൈബർ സെൽ ശക്തമായ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ചില സൈറ്റുകൾ ബ്ലോക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രിന്റ് എടുത്തിരിക്കുന്നത് HD ക്വാളിറ്റിയിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. പിന്നെ പണ്ട് തൊട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഹിന്ദി പതിപ്പ് പെട്ടെന്ന് അങ്ങ് ഇറങ്ങും. അത് പിന്നെ അവിടുത്തെ തിയേറ്ററിലും അവിടുത്തെ കുറെ ഡൂക്ലി ടീംസുകളൊക്കെ ഇതൊക്കെ വന്നങ്ങ് എടുത്തുകൊണ്ട് പോയി പകർത്തും. ഏത് പടം ഇറങ്ങിയാലും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് 2014 ബാങ്ക് എന്ന് പറഞ്ഞൊരു പടമുണ്ട് നമ്മുടെ ഋത്തിക് റോഷന്റെ. എൻ്റെ പൊന്നോ, പടം ഇറങ്ങി കറക്റ്റ് അതായത് 4 മണിക്കൂറാകാൻ നേരത്ത് ഈ പറഞ്ഞ സാധനം ടോറന്റിൽ വന്നിട്ടുണ്ടായിരുന്നു. 2014 കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ടൂറിന് പോകാൻ വേണ്ടി കണ്ടിരിക്കും. ഒക്ടോബറിലാണ് കണ്ട ആ പടം റിലീസായത്. 4 മണിക്കൂർ കഴിഞ്ഞ് ടോറന്റ് സാധനം വന്നതാണ് അങ്ങോട്ട് 450 MB. അപ്പം ഈ ഹിന്ദി പതിപ്പ് നല്ല രീതി ഇപ്പോഴാണെങ്കിലും ഇറങ്ങുന്നുണ്ട്. ഓരോരുത്തരുടെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെയാണ്. അതിനകത്ത് മോഹൻലാലിന്റെ ഇൻട്രോ അത് ഇന്ന് ഈ ലോകത്ത് ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുവരെ പൃഥ്വിരാജ് ചെയ്തു വെച്ചൊരു സംഭവമാണ്. ലീക്കാക്കി നശിപ്പിക്കാൻ നോക്കുന്ന കുറെ നാറികൾ വന്നിട്ട് ഒരുത്തം വന്നിട്ട് അയ്യോ പൃഥ്വിരാജിന് നട്ടലുണ്ടോ അതുണ്ടോ മറ്റേതുണ്ടോ എന്നൊക്കെ ഇതൊക്കെ നേരത്തെ പറയണ്ടായോ പൃഥ്വിരാജ് എന്നൊക്കെയാണ് വന്ന് പറയുന്നത്. നമുക്കതിൽ അതിലോട്ടൊന്ന് പോവാം. നിങ്ങൾ പ്രശ്നങ്ങൾ വളച്ചൊടിക്കല്ലേ. പ്രധാനമായിട്ടുള്ള ചോദ്യം വരുന്നത് ഈ ചിത്രം നിർമ്മിക്കുവാനുള്ള അധികാരം പൃഥ്വിരാജിനെ സംബന്ധിച്ചുണ്ട്. പക്ഷേ അയാൾക്കൊരു നട്ടല് വേണമായിരുന്നു. നട്ടലുള്ള സംവിധായകൻ എന്നാണ് ഇപ്പോൾ പൃഥ്വിരാജ് ഈ ഒരു നിലപാടെടുത്തത് കൊണ്ടും ഈ ചിത്രം എടുത്തത് കൊണ്ടും അറിയപ്പെടുന്നത്. അല്ല, അവിടെ ഗുജറാത്തിലെ ഗോദ്രയിലെ ട്രെയിൻ കത്തിച്ച് ന്യായീകരിക്കുകയാണല്ലോ ഇദ്ദേഹം ചെയ്യുന്നത്. അതിന് ഇദ്ദേഹം തെറ്റാന്ന് പറയുന്നില്ലല്ലോ. ഇത് ഇല്ലാതെ കണ്ട അദ്ദേഹം അവിടെ മുസ്ലിം വംശഹത്യ നടത്തി എന്നുള്ള പ്രചരണമാണ് നടത്തുന്നത്. അങ്ങനെയാണല്ലോ. അത് അവിടെയാണ് പ്രശ്നം വരുന്നത്. നിങ്ങൾ ട്രെയിൻ കത്തിക്കുന്നതിനടക്കം എല്ലാം ചേർത്തിരുന്നുവെങ്കിൽ ഒരു ചരിത്രപരമായിട്ടുള്ള വസ്തുതയാകും. ഇവൻ എന്ത് തേങ്ങയാണ് ഈ പറയുന്നേ? എന്ത് തേങ്ങ നീ പറഞ്ഞ? പടം കണ്ട എന്റെ നിങ്ങൾ പടം കണ്ട? പിന്നെ എന്തിനാ നിങ്ങളെ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്? ഒരു ചുമ്മാ വന്നിട്ട് എന്തൊക്കെ പറയുന്നത്? അത് പൃഥ്വിരാജിന്റെ കുഞ്ഞിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതാണ് സംഭവം. ഓക്കെ, അതിപ്പം ഗുജറാത്തിന്റെ മറ്റേതാണോ മറിച്ചതാണെന്നൊക്കെ നിങ്ങൾക്ക് അത് കൊണ്ടെങ്കിൽ നീയൊക്കെ അത് ചെയ്തിട്ടായിരിക്കും എന്ന് തന്നെ ഞാനിപ്പോ പറയുന്നത്. വളരെ കഷ്ടം തന്നെ. പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാലാ ഉള്ള പ്രൊമോഷനൊക്കെ പോയ സമയത്ത് എന്തുകൊണ്ട് പൃഥ്വിരാജ് പറഞ്ഞില്ല എന്നുള്ളത്. ഇത് പറഞ്ഞായിരുന്നെങ്കിൽ നിന്നെ പോലുള്ളവന്മാരൊക്കെ അന്നേ കൊടിയും പിടിച്ചിറങ്ങിയേനെ. അതങ്ങനെ പറയണം. കൊടിയും പിടിച്ചു തൂക്കിയിട്ടുണ്ട് നടന്നേനെ. നാണംകെട്ടവന്മാരാണല്ലോ നീയൊക്കെ. കഷ്ടം. എനിക്കൊന്ന് കേൾക്കുന്നില്ല കേട്ടോ. പറഞ്ഞോളൂ, താങ്കൾ പറയുന്നത് എനിക്ക് കേൾക്കാൻ വ്യക്തമാണ്. ഇത് ഒരു ചരിത്രപരമായ സിനിമയാണെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. ഇതൊരു രാഷ്ട്രീയ പക്ഷപാതമുള്ള സിനിമ അദ്ദേഹം ഇറക്കിയിരിക്കുന്നു. അത് പൃഥ്വിരാജിന് അധികാരമുണ്ട്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന് യോജിക്കുന്ന രീതിയിൽ അദ്ദേഹം മാത്രത്തിൽ രാഷ്ട്രീയം നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടെ അദ്ദേഹം പോയിട്ട് അവിടെ ലക്ഷദ്വീപിൽ കാണിച്ചിട്ടുള്ള വിക്രസുകൾ എല്ലാവരും സംബന്ധിച്ച് നല്ല നിശ്ചയമുണ്ടല്ലോ. അദ്ദേഹം അതേപോലെ തന്നെ ഇടയ്ക്കൊരു സിനിമ പിടിക്കാൻ വേണ്ടി പോയി വാര്യംകുന്നിനെ കുറിച്ച്. അതിന് അദ്ദേഹത്തിന് അധികാരമുണ്ട്. വിരോധമൊന്നും ആരെയും സംബന്ധിച്ചുമില്ല. പക്ഷെ മറിച്ചെന്നുള്ളത് അദ്ദേഹം നിർമ്മിക്കുന്ന സിനിമയെ സംബന്ധിച്ച് ആരെങ്കിലും വിമർശിക്കുന്ന സമയത്ത് ആ വിമർശനത്തെ എതിർക്കുന്നതാണ് പ്രശ്നം.
തലയ്ക്ക് പിടിച്ചിരിക്കുന്നത് നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്കാണ്. പാർട്ടിയാണ് എല്ലാം എന്ന് കരുതുന്നതിന്റെ കുഴപ്പമാണ് എൻ്റെ പൊന്നു സാറേ. അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ പാർട്ടിയൊക്കെ വരുന്നത് അച്ഛനും അമ്മയ്ക്കും എന്താ പറയണ്ടേ കഴിഞ്ഞോളൂ സാറേ. പാർട്ടിയും കാര്യങ്ങളൊക്കെ പാർട്ടി വേണം കുറച്ച് വേണം, പക്ഷെ അന്ധമായിട്ട് വിശ്വസിക്കരുത്, തലയ്ക്ക് പിടിക്കുകയും ചെയ്യരുത്. നേതാക്കന്മാരിങ്ങനെ കയറി പോവുകയും ചെയ്യും, ഓരോരുത്തന്മാർ ഓരോ തോന്നിവാസങ്ങൾ കാണിച്ച് വരികയും ചെയ്യും, നിങ്ങളെപ്പോലുള്ള ഒരു പൊടി പിടിക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് നടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നീക്ക് പടം കണ്ടിട്ടാണ് അവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. കുരു പൊട്ടുന്നുണ്ട് നല്ല രീതി, കുരു. അതാ മുരളി ഗോപി എഴുതി വെച്ചത് വേറെ ലെവല് സാധനം. അതിപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. സത്യം പറയാലോ, ആ പടത്തിന്റെ ആ ഒരു ഫസ്റ്റ് ഹാഫിന്റെ ലാഗ് ഇപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ കത്തിയത്. സീരിയസ് ആയിട്ട് പറഞ്ഞാൽ ആ ലാഗ് വേണം. കാരണം ആ ലാഗാണ് ഇവന്മാർക്കുള്ള ഏറ്റവും വലിയ എന്താ പറഞ്ഞാൽ അടിയെന്ന് തന്നെ ഞാൻ പറയാം. എനിക്ക് ലാഗ് അടിച്ച കാര്യങ്ങളാണ് ഇവന്മാരിപ്പോൾ കടന്നിട്ട് ഈ പറയുകയൊക്കെ ചെയ്യുമ്പോൾ അതിൽ ഇത്രയും വലിയ കഥകളുണ്ടെന്ന് പോലും ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. എനിക്കും കുറേ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. അന്വേഷിച്ചപ്പോഴാണ് നമ്മുടെ കിളി പാറുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെച്ച സാധനം. ശ്രീ ഇ എൻ നന്ദകുമാർ, ആ സിനിമയെ എന്തിന് എതിർക്കണം? എന്തിന് ഇപ്പോൾ ഡീഗ്രേഡ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിന് പിന്നിൽ പോലും ഇത്തരം ശക്തികളാണോ എന്ന സംശയം ഉയരുന്നുണ്ട്. കാരണം ആ ചിത്രത്തിന്റെ ആദ്യ ദിവസം തന്നെയാണ് അത്തരം ആസൂത്രിതമായ നീക്കങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പോൾ ചിത്രം ഞാൻ ഇന്ന കാര്യങ്ങൾ പറയും എന്ന് പറഞ്ഞുകൊണ്ടല്ലല്ലോ ഒരു സംവിധായകരും ചിത്രം എടുക്കുക. അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രീ ബോർഡ് നൽകിക്കൊണ്ട് ഒരു ചിത്രം ഇറക്കണമെന്ന നിയമവുമില്ല. അവർക്ക് അവരുടെ ചിത്രം അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പറയാം. അത് എങ്ങനെ പ്രൊമോട്ട് ചെയ്യണമോ അത് ആ രീതിയിൽ പ്രൊമോട്ട് ചെയ്യാം. അതിനൊക്കെ എന്തിനാണ് നമ്മൾ നിബന്ധനകൾ വെക്കുന്നത്? അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വേണമെന്ന നിബന്ധനയല്ലല്ലോ ഇതിനകത്ത്. പ്രധാനമായിട്ട് പറയുന്ന ആൾക്ക് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുവാനുള്ള സ്വാതന്ത്ര്യം കൂടി നാട്ടിലുണ്ട്. സിനിമ പിടിക്കാൻ എത്രത്തോളം സ്വാതന്ത്ര്യം പൃഥ്വിരാജിനുണ്ടോ അതേ അധികാരം തന്നെ അതിന് വിമർശിക്കാൻ മറ്റുള്ളവർക്കും ഉണ്ട്. ആണോ വിമർശിക്കുന്നത്? ഇങ്ങനെയാണോ? നിങ്ങൾ തന്നെ പറ. ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ വർഗീയത ഉണ്ടാക്കി വെച്ച് ജനങ്ങളെ ഇതാക്കാൻ വേണ്ടി. ചുമ്മാ അല്ല ഈ ഒരു സാധനം കേരളത്തിൽ പോലും പച്ച പിടിക്കാത്തത്, ഈ ഒരു പാർട്ടിയാണ് കേരളത്തിൽ പച്ച പിടിക്കാത്തത്. സീരിയസ് ആയിട്ട് പറഞ്ഞാലാ ദൈവമേ, പേടിക്കണ്ട. നിങ്ങൾ ഈ സംഖ്യയുടെ ഒരു മഹാനുണ്ടല്ലോ കേരളത്തിൽ ജയിച്ചു പോയ സുരേഷണ്ണൻ തന്നെയാണ് തുടക്കം പടത്തിന്റെ പറയുകയൊക്കെ ചെയ്യുന്നത്. സുരാജ് വെഞ്ഞാറമ്മൂടിന്റെ ക്യാരക്ടറൊക്കെ നോക്കുമ്പോൾ ഇവിടുത്തെ പല എന്താ പറയണ്ടേ സുരേന്ദ്രമാമന്മാരേക്ക് ആലോചിച്ച് പോകുന്നുണ്ട് ഞാൻ. അതൊക്കെ ഫുൾ കോമഡിയാണ് സത്യം പറഞ്ഞാൽ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, പടം കാണുന്നവർക്ക് അത് മനസ്സിലായി കാണും. പാർട്ടിക്കാർ ഇവിടെ നാട്ടിൽ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു പടം പോലും ഇറങ്ങത്തില്ലെന്ന് അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്റെ പൊന്നോ, ഒരു സീറ്റ് ഉള്ളതും കൂടെ അങ്ങ് എടുത്തേക്കണേ അടുത്ത വട്ടം. മനസ്സിലാക്കേണ്ടതാണ്. കാരണം പൃഥ്വിരാജ് എന്ന് പറയുന്ന സിനിമാ നിർമ്മാതയുടെ സംവിധായകൻ, ഇതിനകത്ത് അദ്ദേഹത്തിന്റെ ചില അജണ്ടകളുണ്ട്. ആ അജണ്ടകൾ അദ്ദേഹം കൃത്യമായിട്ട് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അതിൽ അധികാരം ഏൽക്കുന്നുണ്ട്, ആർക്കും തർക്കമൊന്നും അതിനെ സംബന്ധിച്ചില്ല. പക്ഷെ ഈ ചിത്രത്തെ അദ്ദേഹം ആദ്യം പറഞ്ഞത് ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ട് എന്നാണ്. എങ്ങനെ ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ട് ആവുക? ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ട് അടോ, അല്ലെങ്കിൽ പിന്നെ കിന്നാര തോമ്പി എടുത്ത് വെച്ചേക്കുവാണോ? ഇവിടെ കൂടെ വിടുന്നു ചുമ്മാ വിവരക്കേട് വിളിച്ച് പറയാതെ ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ടല്ലെന്ന്. അപ്പോ എന്റെ പൊന്നോ, മുരളി ഗോപിയുടെ പടങ്ങളൊന്നും കാണാത്ത കൊണ്ടാണെന്ന് തോന്നുന്നു എന്റെ പൊന്ന മാമ. ഞാൻ ലൂസിഫർ കണ്ട ആളാണ്. എങ്ങനെ അതിന് സെക്കൻഡ് പാർട്ട് ആവും എന്ന് പറയൂ. ഈ ചിത്രം ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ടാണോ അത് ഗോദ്ര സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണോ? അത് വ്യക്തമാക്കണം ശരിക്ക്. ഇത് ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ടാണെന്ന് നിങ്ങൾ പറഞ്ഞാല് അല്ല എന്ന് എനിക്ക് തർപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കും. ഇത് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യത്തെ മുൻനിർത്തിയുള്ള ചിത്രമാണ്. ആ ചിത്രം നിർമ്മിക്കുവാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ട്. പക്ഷെ അതാണെന്ന് പറയുവാൻ എൻ്റെ പൊന്നണ്ണ, ഈ ഒരു പടം എന്ന് വെച്ചാൽ നിങ്ങൾ ലൂസിഫർ കണ്ടപ്പം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഖുറേഷി എബ്രഹാം ആരാണ് എന്നുള്ളത്. അദ്ദേഹത്തിന്റെ പാസ്റ്റ് അറിയണം. പിന്നെ അതുപോലെ സാഹിദ് മൻസൂദ് പൃഥ്വിരാജ് ഉണ്ടല്ലോ, പൃഥ്വിരാജിന്റെ പാസ്റ്റും അറിയണം. അതിനകത്ത് പൃഥ്വിരാജിന്റെ പാസ്റ്റാണ് ഇപ്പം കാണിച്ചിരിക്കുന്നത്. ഇനി തേടിനകത്ത് മോഹൻലാലിന്റെ പാസ്റ്റും കാണിക്കും. പറഞ്ഞു മനസ്സിലായോ? ആ പാസ്റ്റാണ് കാണിച്ചത്. ആ പാസ്റ്റ് ഗുജറാത്തിലെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഒന്നും അറിയാതെ വന്നിട്ടിരുന്ന് കൊണയടിക്കുന്നല്ലോ ഈശ്വര. ഇതൊക്കെ ഒരു മൂവി തകർക്കാൻ വേണ്ടിയുള്ള പ്ലാനും കാര്യങ്ങളൊക്കെയാണ്. പടം കാണാം. എന്തായാലും ഞാനൊരു 5 3.7 റേറ്റ് കൊടുത്തിട്ടുണ്ട്. ഉള്ള കാര്യം തുറന്ന് പറയാമല്ലോ, 3.7. പിന്നെ ഫസ്റ്റിൽ ഒരു ലാഗും കാര്യങ്ങളൊക്കെ ഫീലൊക്കെ ചെയ്യും. അത് ഇപ്പം ഈ ഒരു വിഷയം വന്നപ്പോൾ അതങ്ങ് നികത്തുന്നേ പറയാം. ഞാൻ ആദ്യം ഒരു റിവ്യൂ ഇട്ടായിരുന്നല്ലോ, ഇന്നത്തെ റിവ്യൂ ആണ്. ആൾക്കാർ ഏറ്റെടുത്തിട്ടുണ്ട് പടം. ആൾക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. L3 വന്നാൽ ഇവന്റെ കടപ്പ് തെറിക്കുമെന്ന് തോന്നുന്നു. അത് എന്തായാലും പൃഥ്വിരാജ് അതനുസരിച്ച് ചിലപ്പോൾ കഥ സെറ്റാക്കത്തുള്ളൂ. ഓക്കെ, എന്തായാലും പൃഥ്വിരാജിന്റെ ഒരു എനിക്കാണെങ്കിൽ ചിരി വരുന്നത് മുരളി ഗോപിയുടെ നമുക്ക് ആദ്യം കൈയടി കൊടുക്കണം. കാരണം അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റ് ആണല്ലോ. എന്തായാലും പൃഥ്വിരാജിനോടും മുരളി ഗോപിക്കും പാവം ലാലേട്ടൻ ഇതൊന്നും അറിഞ്ഞില്ല. ഇതിനകത്ത് ഇത്രയും വലിയ സംഭവം ഉണ്ടെന്ന് ചിലപ്പോൾ പുള്ളി പോലും ഇന്നായിരിക്കും വിചാരിച്ചു കാണുന്നത്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും നമ്മുടെ കമന്റ് ബോക്സിൽ കൊടുക്കുക. ബൈ, ലവ് യു ഓൾ. ചാനൽ സബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് കൊടുക്കുക.